മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം തീർന്നു. ഇനി നമ്മൾ പുതിയൊരു സെക്ടറിലേക്കാണ് പ്രവേശിക്കുന്നത്. 12 തൊട്ട് 16 വരെയുള്ള അധ്യായം. ഈ 12 തൊട്ട് 16 വരെയുള്ള അധ്യായം സർവീസാണ്. ഈ പഠിച്ച കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ച കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ചും മൗത്വീകരണത്തെക്കുറിച്ചും പഠിച്ചു. അത് ഇനി ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ചില ചിന്തകളാണ് ഈ 12-ാം അധ്യായം തൊട്ട് വരുന്നത്. ഈ 12-ാം അധ്യായം തന്നെ നമ്മൾ എടുക്കുമ്പോഴതിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാം. ഇതിൽ 21 വാക്യങ്ങളാണുള്ളത്. ഈ 21 വാക്യങ്ങൾ പല രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാം. അതിനകത്ത് 2-3 ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാം, നിങ്ങളത് നോട്ട് ചെയ്താൽ നല്ലതാണ്. ഇതിനകത്ത് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഹൗ ടു ലിവ് എ റൈറ്റ് ക്രിസ്ത്യൻ ലൈഫ്. എങ്ങനെയാണ് ഒരു ശരിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്, അതാണൊരു പ്രധാന വിഷയം. അതിൽ തന്നെ ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള യാഗമായിട്ട്. മൂന്നാമത്, സെർവിങ് അതേഴ്സ് ഇൻ ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ താഴ്മയോടുകൂടി ശുശ്രൂഷ ചെയ്യുക. 4-മത്, നമ്മുടെ ലവ് ഇൻ ആക്ഷൻ, നമ്മുടെ സ്നേഹം പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ ലീവ് വെഞ്ചൻസ് ടു ഗോഡ്, പ്രതികാരം ദൈവത്തിനുള്ളത്, അതുകൊണ്ട് പ്രതികാരം അതുപോലെ ചെയ്യുന്നതൊക്കെ ദൈവത്തിനേക്ക് വിടുക എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ ഇതിൽ കാണാം. ഇത് ക്ലാസിഫൈ ചെയ്യുന്ന 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ബിലീവർ ആൻഡ് കോൺസിക്രേഷൻ, ബിലീവർ ആൻഡ് കോൺസിക്രേഷൻ എന്ന് പറയുന്നത്, എന്ന് വേറെ രീതിയിൽ പറഞ്ഞാൽ ഫുൾ സറണ്ടർ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്കവിടെ ചെയ്യാം. പിന്നെ 3 തൊട്ട് 21 വരെ ബിലീവർ ആൻഡ് കമ്മ്യൂണിറ്റി, ബിലീവർ ആൻഡ് കോൺസിക്രേഷൻ, ബിലീവർ ആൻഡ് കമ്മ്യൂണിറ്റി, 3 തൊട്ട് 21 വരെയുള്ള വാക്യം. ഈ 3 തൊട്ട് 21 വാക്യങ്ങൾ വീണ്ടും അതിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 തൊട്ട് 8 വരെ ശരീരവും അവയവങ്ങളും, പിന്നെ 9 തൊട്ട് 21 വരെ പ്രായോഗിക ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. അത് ഒരു വേറൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആദ്യം ഞാൻ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ 5 കാര്യങ്ങൾ അത് പറഞ്ഞു. ഹൗ ടു ലിവ് ഇൻ ദ റൈറ്റ് ക്രിസ്ത്യൻ ലൈഫ്, ലിവിങ് സാക്രിഫൈസ്, സർവീസ് അതേഴ്സ് ഇൻ ഹ്യൂമിലിറ്റി, ലവ് ഇൻ ആക്ഷൻ ആൻഡ് ലീവ് വെഞ്ചൻസ് ടു ഗോഡ്. ഇങ്ങനെ 5 കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അത് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ, ബിലീവർ ആൻഡ് കോൺസിക്രേഷൻ, ബിലീവർ ആൻഡ് കമ്മ്യൂണിറ്റി. ഈ 2 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് 1-ാമത്തെ ഭാഗത്തിൽ ബിലീവർ ആൻഡ് കോൺസിക്രേഷൻ, ഫുൾ സറണ്ടർ, 1ഉം 2ഉം വാക്യങ്ങൾ. 3 തൊട്ട് 8 വരെ ശരീരവും അവയവങ്ങളും തമ്മിലുള്ള ബന്ധം. 9 തൊട്ട് 21 വരെ പ്രായോഗിക ഭാഗങ്ങളായിട്ട് കാണുന്നു. ഇനി 3-മത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ. 1, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. 12-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ 9 തൊട്ട് 21 വാക്യം. അന്നേരം റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ഈ റിലേഷൻ വിത്ത് ഗോഡിനകത്ത് വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. റിലേഷൻ വിത്ത് പീപ്പിള് 2 രീതിയിൽ അവരെ ക്ലാസിഫൈ ചെയ്യും. ഒന്ന്, സഭയിലുള്ളവരുമായിട്ട്, ബി ഇൻ ഹാർമണി വിത്ത് ഇൻസൈഡേഴ്സ്, സഭയിലുള്ളവരുമായിട്ടുള്ള ബന്ധം. ആൻഡ് ഡോണ്ട് ലീവ് ഇൻ ഹോസ്റ്റിലിറ്റി വിത്ത് അതേഴ്സ്. 9 മുതൽ 16 വരെ സഭയിലുള്ളവരുമായിട്ട് ഏത് രീതിയിൽ വേണമെന്നും, അതുപോലെ പുറത്തുള്ളവരുമായിട്ട് ഏത് രീതിയിൽ ചെല്ലണം. 17 തൊട്ട് 21 വരെയുള്ള വാക്യം. 17 തൊട്ട് 21 വരെ പുറത്തുള്ള ആളുകളുമായിട്ട് എങ്ങനെ ചെയ്യും. ഈ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജനറലായിട്ടുള്ള ഒരു ഐഡിയ ഈ അധ്യായത്തെക്കുറിച്ച് കിട്ടാനായിട്ട് പറഞ്ഞത്. നമ്മൾ ഇന്ന് അധിക സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 1 വാക്യമോ 2 വാക്യം വായിക്കാം. അത്
ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ അത് ചിന്തിക്കാം എന്ന് വിചാരിക്കും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മളൊക്കെ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 12 റോമർ 12-ൻ്റെ 1-2. ഈ 1-2 വാക്യങ്ങൾ മിക്കവാറും ഒക്കെ ഉള്ള എല്ലാ പ്രസംഗങ്ങളിലും പലപ്പോഴും അത് കോട്ട് ചെയ്ത് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആളുകൾ പ്രസംഗിക്കുമ്പോൾ അവസാനം ഇതിനകത്തെല്ലാം പറയുന്ന ഒരു കാര്യം, ഇത് മനസ്സ് പുതുക്കുക, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുക, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പഠിപ്പിക്കലും അല്ലെങ്കിൽ പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ദൈവത്തോടുള്ള ചില ഉത്തരവാദിത്വമായിട്ട് ഇത് കണ്ടുകൊണ്ട് 1-2 വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാം. അതിനകത്ത് ശരിക്കും പറഞ്ഞിരിക്കുന്ന 1-2 വാക്യം ഫുൾ സറണ്ടറാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. യഹൂദനുമായിട്ട് ചേർന്ന് ചിന്തിച്ചാൽ യഹൂദന് ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു, അല്ലേ? യഹൂദനൊരു ആരാധനാലയമുണ്ട്. അവന് വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും കമ്പൽസറി ആയിട്ട് അവിടെ വരണം. പാസ് ഓവറിന് വരണം, പെന്തക്കോസ്തിന് വരണം, അത് ആദ്യഫലത്തിൻ്റെ പെരുന്നാളാണ്, പിന്നെ കൂടാര പെരുന്നാളിന് വരണം. ഈ 3-ലും അവൻ കമ്പൽസറി ആയിട്ട് അവൻ്റെ ദേവാലയത്തിൽ ചെന്നിരിക്കണം. അത് യഹൂദനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം വസിക്കുന്നത് മനുഷ്യൻ കൈപ്പണിയായിട്ടുള്ള ടെമ്പിളിലല്ല വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണെന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് അതിൽ വസിക്കുന്നു എന്നും പ്രത്യേകിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഇത് വലിയൊരു കാര്യം, വലിയൊരു ടീച്ചിങ് ആണ് ഇവിടെ തരുന്നത്. ശരീരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ടീച്ചിങ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ചിന്തിക്കും ദൈവം ആത്മാവാണ്, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ആത്മാവിലാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ശരീരം എന്ത് പ്രത്യേകത? ഇതൊക്കെ ചത്തു പോകേണ്ടതല്ലേ, ഒരിക്കലും ചത്തു പോകേണ്ടതല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ശരീരം കൊണ്ട് ചെയ്താലും അതൊന്നും ആത്മാവിനെ രക്ഷയെ ബാധിക്കുന്നില്ല എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശരീരം കൊണ്ട് എന്തൊക്കെ എൻജോയ് ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്ത് മദ്യപാനം, സെക്ച്വൽ സിൻസ്, വേണ്ടാത്തതിനൊക്കെ ശരീരം ചെല്ലേണ്ടാത്തതൊക്കെ ചെന്നിട്ട് അവന് ആ രീതിയിലായി പോകുന്ന ഒരു ചിന്ത, തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്ന ഒരു ചിന്ത വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി, അതുപോലെ എന്ത് കഴിച്ചാലും അതൊക്കെ ചില കോട്ട് ചെയ്യും, എന്ത് ഉള്ളിലേക്ക് ചെന്നാലും കുഴപ്പമില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ തെറ്റിക്കുന്നത് എന്നൊക്കെ പറയുന്ന യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളൊക്കെ കോട്ട് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുകയും കോംപ്രമൈസ് ചെയ്യും, വിഗ്രഹാർപ്പണം തിന്നുകയും മദ്യപാനികളോട് മദ്യപാനം കഴിക്കുകയും ജീവിതത്തിലൊരു വേർപാടും വിശുദ്ധിയും ഇല്ലാതെ ജീവിക്കുന്ന അനേകം ആളുകൾ എന്ന് കാണാം. അവർക്കെല്ലാത്തിനും ബൈബിളിലെ വാക്യമുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നേരത്തെ എല്ലാം പറഞ്ഞ 11-ാം അധ്യായത്തിലെ കരുണ കാണിക്കുന്ന ദൈവം അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു, ജാതികളെ അടച്ചു കളഞ്ഞു, യഹൂദനെ അടച്ചു കളഞ്ഞു. എന്നാൽ ദൈവം നിങ്ങളോട് മനസ്സലിവ് കാണിച്ചു, കരുണ കാണിച്ചു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചിട്ട് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ, ഇവിടെ മനസ്സിനെ
ഉള്ള കാര്യം പിന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ഒന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ആയിട്ടുള്ള യാഗമായി സമർപ്പിക്കും. വലിയൊരു മെസ്സേജ് അവിടെ ഉണ്ട്. എഫേസ്യർ 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. 1 വഴിപാട്, 2 യാഗവും അർപ്പിച്ചു. ലേവ്യ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ ഭോജനയാഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ സമാധാനയാഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഭോജനയാഗം വഴിപാടും സമാധാനയാഗം ഒരു യാഗവുമായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ രക്തവും മാംസവും ഇല്ലാത്ത യാഗം, അവിടെ നേരിയ മാവ്, കുന്തിരിക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ രക്തവും മാംസവും ഇല്ലാത്തൊരു യാഗമായി യേശുവിൻ്റെ ജീവിതം ഒരു യാഗമാണത്, ക്രൂശിൽ അർപ്പിച്ചു. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഒരു യാഗമായി അർപ്പിക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത്. സൗരഭ്യവാസനയായ യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് അവിടെ തീ ഇറങ്ങി അത് ദഹിപ്പിച്ചില്ലെങ്കിൽ ആ യാഗപീഠത്തിൽ അതിരുന്ന് നാറും. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർന്നില്ലെങ്കിൽ, അവിടെ തീ ഇറങ്ങിയില്ലെങ്കിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുകയില്ല. നമ്മുടെ പ്രാർത്ഥന ഒരു യാഗമാണ്. അവിടെ തീ ഇറങ്ങണം, പ്രാർത്ഥനയിൽ തീ ഇറങ്ങണം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അവിടെയാണ് സമർപ്പണം ആവശ്യമായിട്ടുള്ളത്. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ യാഗമായി തീരുക. പഴയ നിയമത്തിൽ കൊന്ന ശേഷമാണ് യാഗം കഴിക്കുന്നത്. എല്ലാം മരിച്ചിട്ട് അല്ലെങ്കിൽ കൊന്നിട്ടാണ് യാഗം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതല്ല, ജീവനുള്ള യാഗം. ജീവിച്ചിരിക്കുമ്പോൾ യാഗമായി തീരുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ? ഇതെന്താണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നതല്ലാണ്. പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ, ന്യായപ്രമാണത്തിൽ 613 കൽപ്പനകളുണ്ട് എന്ന് പണ്ട് ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ ഒരിക്കൽ സൂചിപ്പിച്ചാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഡൂസ് ആൻഡ് ഡോൺസ്. എന്നാൽ അതൊന്നും തന്നെ മനുഷ്യന് അത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക മാത്രമല്ല, പാപം ചെയ്താൽ അതിനൊപ്പം തന്നെ അവന് വഴിപാടും യാഗവും ദൈവത്തിന് അർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഡോൺസും ഡൂസും ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്, ഒരുപാടുണ്ട്. ഏകദേശം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന 1100-ലധികം കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടെന്നാണ് പറയുന്നത് പുതിയ നിയമത്തിൽ. എന്നാൽ ഇത് രക്ഷയ്ക്കുള്ള മാർഗമല്ല ഈ ഡൂസ് ആൻഡ് ഡോൺസ്. രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ടതാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസ്. രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ടതാണ്, രക്ഷയ്ക്കുള്ളൊരു മാർഗമല്ല ഇത്. അതുകൊണ്ട് ബിലീവർ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. അവന് ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരിക്കണം. ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുമ്പോഴേ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചാണ്, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരത്തിൽ ദൈവം നമുക്ക് ഡൂസും ഡോൺസും നമ്മുടെ അന്തരംഗങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളതിന് ഈൽഡ് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരമായി മാറുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ മനസ്സാക്ഷിയോട്, നമ്മുടെ അന്തരംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം സെപ്പറേറ്റഡ് ആയി കഴിയുകയും, സെപ്പറേറ്റഡ് ആയത് മാത്രമല്ല അത് ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുകയും ചെയ്യും. 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്,
ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സെർവ് ചെയ്യാം. ആദ്യമായി നമ്മൾ യാഗത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം പറയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ മരിക്കുന്നുവോ, ന്യൂ ടെസ്റ്റ്മെൻ്റ് പ്രകാരം അങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ മരിക്കുന്നുവോ അത്രത്തോളം ജീവിക്കും. അതാണ് സ്പിരിച്വൽ ആക്ട് ഓഫ് വർഷിപ്പ്, ഓഫർ ആസ് എ സാക്രിഫൈസ്, നമ്മളെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ ആക്ട് ഓഫ് വർഷിപ്പ്. നമ്മൾ ഇന്നത്തെ ഈ ഭാഗം ഒന്നാമത്തെ വാക്യം തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞു തീർന്നില്ല, നമ്മളതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിനോട് ചേർന്ന് നിന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനാണ് പറഞ്ഞത്. അതാണ് ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ശരീരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. അത് വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിലുള്ളതുകൊണ്ട് അതിന് ജീവനുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ദാറ്റ്സ് എ സ്പിരിച്വൽ ആക്ട് ഓഫ് വർഷിപ്പ്. അതൊരു ആത്മീയമായിട്ടുള്ളൊരു ഒരു വർഷിപ്പാണ്. ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മളെ തന്നെ ഓഫർ ചെയ്യുക. നമ്മൾ ദൈവത്തിന് ഓഫർ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മൾ കൂടി ജീവിക്കും. നമ്മൾ യാഗമായിട്ട് ദൈവത്തിന് ഓഫർ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മൾ കൂടി ജീവിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് എന്താണ്, നമ്മൾ യാഗമായി സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ജീവനോടാണ് സമർപ്പിക്കുന്നത്, മരിച്ചല്ല സമർപ്പിക്കുന്നത്, ജീവനോടാണ് സമർപ്പിക്കുന്നത്. ജീവനോട് സമർപ്പിക്കുമ്പോൾ യേശുക്രിസ്തു, നമ്മൾ മരിക്കുകയും യേശുക്രിസ്തു ജീവിക്കുകയും ചെയ്യും. അതാണ് ഇതിൽ നിന്ന് വലിയൊരു ചിന്ത വരുന്നത്. അതാണ് ബുദ്ധിയുള്ള ഒരു ആരാധന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ജീവിതത്തെ വീണ്ടും ദൈവത്തിന് കൊടുത്തിട്ടില്ല എങ്കിൽ ബുദ്ധിയുള്ള ആരാധനയായി ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുമോ? എന്നോട് ചേർന്ന് സമർപ്പിക്കുമോ? പല കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിൽ റെസിസ്റ്റായി നിൽക്കുകയാണ്. പല കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല. കാര്യം എന്താണ്? ഇന്നിപ്പോഴും യാഗപീഠത്തിൽ ഇരുന്ന് നാറുകയാണ്. കാരണം ദൈവം പ്രസാദിച്ചിട്ടില്ല യാഗപീഠത്തിൽ ഇപ്പോഴും ആ യാഗവസ്തു ഇരുന്ന് നാറുകയാണ്, അഴുകി നാറുകയാണ്. അത് മാറ്റിക്കളയണം. പ്രാർത്ഥനയിൽ കൂടി തീ ഇറങ്ങണം. തീ ഇറങ്ങാൻ പറ്റും. അതിനുള്ള വിശ്വാസം നമുക്ക് വേണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കുക. ചെയ്യുമോ? എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായിട്ട് കർത്താവിൽ വിട്ടുകൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് ആ ഭാഗം തൽക്കാലം ഞാൻ മാറ്റി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ ഭാഗം മാറ്റി വെച്ചു, അവിടെ നാറുകയാണ്, അവിടെ ഇരുന്ന് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുമോ ഇന്ന് രാത്രികാലം? തീർച്ചയായും ദൈവം വലിയ വിടുതലുള്ള ദൈവത്തിന് തരും. നിങ്ങളുടെ പല ആൻസർ കിട്ടാത്ത പല കാര്യങ്ങളിൽ നിന്ന് ഉത്തരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഇത് കാണുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പല തടസ്സങ്ങൾ ജീവിതത്തിലുള്ളത് ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സിൽ വക്രത ചിന്തിച്ചിരിക്കുന്നത്, ചില അഡിക്ഷൻസ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില രഹസ്യ പാപങ്ങൾ, ആരും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഇന്ന് ഞങ്ങൾ കത്തിക്കുക. കർത്താവേ, നിൻ്റെ തീയൊന്ന് ഇറങ്ങട്ടെ ഇന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ തീയൊന്ന് ഇറങ്ങട്ടെ, ഒന്ന് കത്തട്ടെ ഇന്ന്. ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് കേൾക്കുന്ന ഒരു പ്രസാദമുള്ള ദിവസമായി ഞങ്ങളുടെ ജീവിതം ഒന്ന് തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ആരാധനയായി നിൻ്റെ ആത്മാവൊന്ന് കത്തട്ടെ, എൻ്റെ ഉള്ളിലിരുന്നൊന്ന് കത്തട്ടെ എന്ന് പറവാനുള്ള കൃപ ഇന്ന് കർത്താവേ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, നിൻ്റെ ആത്മാവ് വസിക്കുന്നതാണ്. എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കാതെ ദൈവത്തിന് വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിപ്പാൻ
ഇന്ന് രാത്രികാലം അടിയങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. എവിടെയെങ്കിലും കർത്താവെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ ക്ഷമിക്കണമേ. എൻ്റെ സഹോദരനോട് നിരക്കാതെ പോയെങ്കിൽ അത് ക്ഷമിക്കണമേ. വക്രത കാണിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ ആ വക്രത മാറ്റിക്കളയണമേ. പല കാര്യങ്ങളെ പേഴ്സണലൈസ് ചെയ്ത് വെച്ചിരിക്കുക, ദൈവം അവിടെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞത്. കർത്താവെ ഇന്നൊന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളെ ഒന്ന് വിട്ടുതരിക. ദർ ഈസ് നോ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ബിറ്റ്വീൻ മൈ സോഷ്യൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. എൻ്റെ ആത്മീയ ജീവിതവും എൻ്റെ സാമൂഹിക ജീവിതവും തമ്മിൽ, എൻ്റെ കുടുംബ ജീവിതവും തമ്മിൽ യാതൊരു കമ്പാർട്ട്മെൻറ്റലൈസേഷനും ഇല്ല, ഒരു സെപ്പറേഷനും ഇല്ല. എല്ലാം കർത്താവെ നിൻ്റെ സന്നിധിയിലെ നഗ്നവും മലർന്നവുമായി ഞാൻ വിട്ടുതരുന്നു എന്ന് ഈ രാത്രികാലം പറവാനായിട്ടുള്ള കൃപ തരണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വിനയപ്പെടുത്തിയ ജീവിതങ്ങളിൽ നിന്ന് വലിയൊരു റിലീസ്, ഒരു വലിയൊരു അഭിഷേകം, ദൈവത്തിൻ്റെ വലിയൊരു വെളിപ്പാട് ഇന്ന് രാത്രികാലം വരുന്നോർത്ത് സ്തോത്രം. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിലെ വന്ന ആ രൂപാന്തരം ദയവായിട്ടൊന്ന് ഞങ്ങൾക്ക് അറിയിച്ചാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കൃപയെടുക്കും. അത് മാത്രമല്ല, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു മിറക്കിൾ കാണും. 30 ദിവസത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഉത്തരം 100% ഉറപ്പായിട്ട് ദൈവം തരും. നിങ്ങളൊന്ന് അറിയിക്കുമോ? ഞങ്ങൾക്കൊന്ന് സ്തുതിപ്പാനായി. ഇവിടെ വലിയ മിറക്കിൾ നടക്കുന്ന ദിവസമാണ്, വലിയ മിറക്കിൾ വന്ന ദിവസമാണ്. ഇത് നിങ്ങൾ അറിയിക്കുമോ? ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ? ദൈവം വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്യും. ഈ രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.